ശരണ്യ സ്നേഹിതൻ ചേരുന്നുണ്ട്. നമുക്കറിയാം ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട്. നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ പരാതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി ആരോപണങ്ങൾ ഈ ആശുപത്രിക്കെതിരെ ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ശരണ്യ, ആലപ്പുഴയിലെ സാഹചര്യം നമുക്കറിയാം. കാരണം ആലപ്പുഴ നഗരത്തിൽ സ്വകാര്യ ആശുപത്രികൾ, ഞാൻ ആദ്യത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എണ്ണം വളരെ കുറവാണ്. സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ചാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. പോപ്പുലേഷൻ കൂടിയ ഒരു സ്ഥലമാണ്, എല്ലാ വിഭാഗക്കാരുമുള്ള ഒരു സ്ഥലമാണ്. കാർഷിക മേഖലയുണ്ട്, വ്യാവസായിക മേഖലയുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികൾ എന്ത് വിശ്വസിച്ചാണ് ഈ ആശുപത്രികളിലേക്ക് നമ്മൾ എത്തുക? ഡോക്ടർമാരുടെ കയ്യിലാണ് ജീവനുള്ളത്. ഈ ആദ്യത്തെ കുടുംബത്തിന് ജീവൻ നഷ്ടമാകുന്നു. കുടുംബത്തിൽ അച്ഛൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തെ കുട്ടി തലനാഴികയ്ക്കാണ് ശരണ്യ പറഞ്ഞതുപോലെ അതിൻ്റെ ജീവൻ തിരികെ കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അനുഭവിക്കേണ്ടതല്ല, അനുഭവിക്കുകയും ചെയ്തു. എന്താണ് മനസ്സിലാക്കേണ്ടത്? തുടർച്ചയായി ഈ ആശുപത്രിക്കെതിരെ ഇത്തരം പരാതികൾ വരുന്നതിൻ്റെ കാരണം എന്താകും? രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന തീരദേശവും ഒപ്പം തന്നെ കാർഷിക മേഖലയും ഒക്കെ ഉൾക്കൊള്ളുന്ന സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ നഗരത്തിൽ എന്തെങ്കിലും ഒരു ആരോഗ്യപരമായ പ്രതിസന്ധി ഉണ്ടായാൽ ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രികൾ അത് സർക്കാർ ആശുപത്രികൾ മാത്രമാണ്. ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, രണ്ട് ഈ വനിതാ ശിശു ആശുപത്രിയായ WNC. ഈ കടപ്പുറം ആശുപത്രി എന്നാണ് WNC അറിയപ്പെടുന്നത്. ഈ കടപ്പുറം ആശുപത്രിയിലാണ് സ്ത്രീകൾ, അതായത് പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തന്നെയും ചികിത്സ തേടുകയും ഒപ്പം തന്നെ ശിശുരോഗ വിഭാഗത്തിനായുള്ള ആളുകൾ ആശ്രയിക്കുകയും ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ഈ ആശുപത്രിയിലേക്ക് വന്നു പോവുകയും ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം അത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ, അതായത് ജനുവരി 19 ശേഷം ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ 2 പേർ അതീവ ഗുരുതര സാഹചര്യത്തിൽ ആ ആശുപത്രിയിൽ ചികിത്സ തേടിയ 2 പേർ എത്തുന്നു. 2 പേർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ ഉള്ളത്. അത്തരത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കൈനഗിരി സ്വദേശിയായ അഞ്ജലി എന്ന യുവതിയാണ്. അഞ്ജലിക്ക് 30 വയസ്സാണ്. അഞ്ജലിയുടെ രണ്ടാമത്തെ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്കായാണ് ആശുപത്രിയിൽ എത്തുന്നത്. അതായത് കഴിഞ്ഞ 19-ന് ആശ എന്ന ഫാർമസിസ്റ്റ്, 31-കാരിയായ ആശ എന്ന ഫാർമസിസ്റ്റ് അവിടെ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് സ്വതവേ ഗുരുതരമല്ല എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ചെയ്യുന്ന പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ യുവതി അവിടെ ഇതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടായി മരണപ്പെട്ടിരുന്നു. അതിൽ നിന്നും വെറും 5 ദിവസത്തെ വ്യത്യാസത്തിൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ അടുത്ത ഗുരുതരമായ കേസ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ രണ്ടാമത്തെ കേസിലെ ആളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അഞ്ജലിക്ക് ഉണ്ടായത് ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നമായിരുന്നു. 10 ദിവസം കാർഡിയക് ICUവിൽ കിടന്നതിന് ശേഷം മാത്രമാണ് കുട്ടിയെ പോലും കാണാനായി അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ കിടന്ന കിടപ്പിൽ തന്നെ അത്ര ഗുരുതരമായ സാഹചര്യത്തിൽ അഞ്ജലി കടന്നുപോയി എന്നുള്ളതാണ്. ECGയിൽ തന്നെ വലിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അവരും പറയുന്നത് അനസ്തേഷ്യയ്ക്ക് ശേഷമാണ് ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആശയുടെ കുടുംബമാണ്. 19-ന് ഒരു സാധാരണ ശസ്ത്രക്രിയയായ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് എത്തി മരണം, അതായത് ഒരു അമ്മയെ നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങൾ ഈ വീട്ടിലുണ്ട്. അവരുടെ രക്ഷകർത്താക്കളുണ്ട്. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ മരണം കവർന്നെടുത്ത ആശയുടെ കുടുംബത്തോടൊപ്പമാണ് ചേരുന്നത്. ഇപ്പോൾ അടുത്തൊരു കേസ് കൂടി വന്നിരിക്കുന്നു. ആശയുടെ സംഭവത്തിന് ശേഷം 2 ദിവസത്തെ വ്യത്യാസത്തിലാണ് 5 ദിവസത്തെ വ്യത്യാസത്തിലാണ് അഞ്ജലി എന്ന കുട്ടിക്കും ഈ അനസ്തീഷ്യ പ്രോബ്ലം ഉണ്ടായതെന്ന് പറയുന്നു. എന്താണ് പറയാനുള്ളത്? WNC ഹോസ്പിറ്റലിൽ ചെന്ന് നിസ്സാര ഒരു ഓപ്പറേഷന് വേണ്ടി പോയതാണ്. അവിടുത്തെ അനസ്തേഷ്യയിൽ തന്നെയാണ് പ്രശ്നങ്ങളുള്ളത്. വീണ്ടും വീണ്ടും വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുക, എൻ്റെ മോക്ക് വന്നത് അനസ്തേഷ്യയിൽ വന്ന സംഭവം തന്നെയാണെന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. അവിടെ നിസ്സാരമായിട്ട് ഒരു 9 മണിയാകുമ്പം തിയേറ്ററിനകത്തോട്ട് കയറ്റി അനസ്തേഷ്യ ഡോക്ടർ വന്നു അനസ്തേഷ്യ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അതിനുശേഷം അത് ചെയ്യുന്ന ഡോക്ടർ, കുട്ടപ്പൻ ഡോക്ടറും ഓപ്പറേഷന് വേണ്ടി അകത്തോട്ട് കയറി. അദ്ദേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് 5 പേര് ഓപ്പറേഷൻ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ 5 പേര് നോക്കിയപ്പോൾ 4 പേരും ഇല്ല, ഒരാളേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ലാത്തതിനാലാണ് അവരെന്തോ അസൗകര്യം പറഞ്ഞ് പോയെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നിമിഷ നേരം കൊണ്ടോ 9:15 എന്തോ 5-8 ഡോക്ടർമാർ നടന്നു പോകുന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യ സിന്ധുവാണ് കൂടെ ഉണ്ടായിരുന്നത്. അവൾ ചോദിച്ചു, എന്താ ഡോക്ടറെ, എന്താ എൻ്റെ മോക്ക് ഉണ്ടായിരുന്നത്? അപ്പോൾ ഷടയെന്ന് ഇവരെ കാണുമ്പോൾ ഡോക്ടർ നടന്നു പോവുക, അല്ലാത്തപ്പോൾ ഓടിക്കയറുക. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ചെന്നപ്പോഴാണ് ഇവളുടെ കാര്യം അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവൾക്ക് അത് ഓപ്പറേഷൻ തിയേറ്റർ തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ എന്താണ് അവൾ പറയുക, അതിനകം കണ്ടാൽ തന്നെ നമുക്ക് പേടി വരും. അതുപോലുള്ള അവസ്ഥയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. നോക്കി അവൾ ബ്ലഡ് കുളിച്ച് കിടക്കുകയാണ്. എൻ്റെ മോക്ക് എന്ത് പറ്റിയെന്നും പറഞ്ഞ് അവൾ കിടന്ന കൂവുകയാണ് ഉണ്ടായത്.
ആ കൂവിയപ്പോൾ അവിടെയുള്ള പേഷ്യൻറ്റും ആളുകൾ എഴുന്നേറ്റ് നടക്കാവുന്നവരെല്ലാവരും ഇതിൻ്റെ ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു ആംബുലൻസ് വിളിക്കുക, നമുക്ക് എവിടെയെങ്കിലും പുറത്തോട്ട് കൊണ്ടുപോകാം, അമൃതയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ നെഞ്ചിന് CPR കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പുറത്തോട്ട് വന്ന് ഒരു ആംബുലൻസ് വിളിച്ചു. എന്താ അതിനകത്ത് ഒരു വകയില്ലാത്ത ഒരു ആംബുലൻസ്, ഒന്നും ഒരു ഫെസിലിറ്റിയും ഇല്ലാത്തൊരു ആംബുലൻസ്. ഉടനെ രണ്ടാമത്തെ ആംബുലൻസ് വിളി. അതിനകത്ത് അപ്പോഴത്തെ സമയം എത്ര പോയി, 1 മണിക്കൂറിനകം പിന്നിട്ട് കഴിഞ്ഞു. ഈ 1 മണിക്കൂറിനകം എൻ്റെ മോളെ അവരെന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അവിടുന്ന് ഉടനെ തന്നെ ആംബുലൻസ് വിട്ടു മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം, വേറെ അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും, ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. എന്താണ് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് ഞങ്ങളോട് അറിയണ്ടേ. അവിടുന്ന് ആംബുലൻസ് പോയപ്പോൾ എന്താണ്, എനിക്ക് തോന്നുന്നു 10 കിലോമീറ്റർ പോലും വേഗത്തിലല്ല ആ ആംബുലൻസ് പുറപ്പെട്ടത് അവിടുന്ന്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇതാണ് ഒരു ആംബുലൻസ്, ഇതിന് വേഗതയില്ലേ എന്ന് ചോദിച്ചു. അവരന്നിട്ടും ആ സ്പീഡ് കൂടെ. അപ്പോൾ അവിടെ ചെല്ലും എന്ത് സമയമായി കാണും, എത്ര സമയം വ്യത്യാസം വന്നു? 1.25 മണിക്കൂറത്തെ വ്യത്യാസങ്ങൾ വന്നു അവിടെ എത്താനായിട്ട്. അവിടെ ചെന്നിട്ട് ഒരു കാഷ്വാലിറ്റിയോട്ടാണ് കയറ്റുന്നത്. അവിടെ ചെന്ന് ഡോറടച്ചു, ഈ CPR എന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അവിടുന്ന് ഒരു ഡോക്ടറിൻ്റെ ഒക്കെ വന്നിട്ട് പറഞ്ഞു, ആരാ, നമ്മൾ അച്ഛനാ, നമുക്കൊക്കെ എല്ലാം ചെയ്യാം, പക്ഷേ കുട്ടി പോയി കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും നെഞ്ചത്തിട്ടിടിച്ച് നിലവിളിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ കൂടിയപ്പോൾ പെട്ടെന്ന് ഡോക്ടർ അകത്തുനിന്ന് വരികയാണ്, ഹൃദയമിടിപ്പുണ്ടെന്ന്. അവർ ഹൃദയമിടിപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ മരിച്ചുപോയ ഒരാൾക്ക് എങ്ങനെ ഹൃദയമിടിപ്പ് വരും? ബ്രെയിൻ ഡെത്താന്നാണ് പറഞ്ഞത്. ആ ബ്രെയിൻ ഡെത്ത് വന്ന ആ രോഗിക്ക് എങ്ങനെ ഹാർട്ട് ഇടിക്കും? ഉടൻ തന്നെ ഒരു ഫെസിലിറ്റിയും കുറഞ്ഞ ഫെസിലിറ്റിയുള്ള 8ാം വാർഡിലെ ICUയിലോട്ടാണ് പ്രവേശിച്ചത്. ആരെയും പ്രവേശിപ്പിക്കത്തില്ല ആരെയും. എന്നാൽ അതിനകത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരാൾ കൂടെയുണ്ട്. ആശയുടെ കൂടെ ആരെയും നിർത്തിയില്ല. അത് തന്നെ ഞങ്ങൾക്ക് സംശയത്തിനിടവരുത്തി. ഞാനും അകത്തേക്ക് കാണുമ്പോൾ അന്നേരവും ബ്ലഡിലാണ് കിടക്കുന്നത്, ഡ്രസ്സിനെല്ലാം ബ്ലഡ്. ഞാൻ ചോദിച്ചു, ഈ ബ്ലഡ് എങ്ങനെ പറ്റി ഡോക്ടറെ? അത് അവിടുന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ബേസിൽ കൊണ്ടിടുമല്ലോ. അപ്പോഴത്തേക്ക് അവളെ ഈ WNC താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. ആശയുടെ സഹോദരി നമ്മളോടൊപ്പം ഉണ്ട്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. പിന്നെ ഇത്രയും ബ്ലഡ്, അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഒരു കീ ഹോൾ സർജറിക്ക് ഇത്രയും ബ്ലഡ് വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ചിലപ്പം ഇവിടെ ഈ കീ ഹോൾ ചെയ്ത സമയത്ത് അവർ സ്യൂച്ചർ ഇട്ട് കാണോ ഇല്ലയോ, അത് ചുമ്മാ ഒട്ടിച്ച് വിട്ടതാണോ എന്നറിയത്തില്ല. അപ്പോൾ CPR കൊടുത്ത വഴി ഇതിലേക്കൂടെ ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങനെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയാണെന്നാണ് അവർ പറഞ്ഞത്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്തായിരിക്കും സഹോദരിക്ക് സംഭവിച്ചെന്നാണ് കരുതുന്നത്? നമുക്കറിയാം, ഉറപ്പായിട്ട് അനസ്തേഷ്യയുടെ പ്രശ്നം തന്നെയാണ്. എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നത് ജനിതകപരമായി, അവിടെ വരുന്നവരൊക്കെ ഇവർ പറയുന്നത് ജനിതകപരമായിട്ടുള്ള അസുഖമാണ്, അതാണ് മരണ കാരണം. കാർഡിയാക് അറസ്റ്റ് പെട്ടെന്ന് വന്നു. അതൊന്നുമല്ല, നോർമലായിട്ടൊരു പേഷ്യൻ്റ് ഒരിക്കലും കാർഡിയാക് അറസ്റ്റ് വരത്തില്ല. ഇവർ കൊടുത്ത മെഡിസിൻസിൻ്റെ പാർശ്വഫലങ്ങൾ എന്തോ ഈ ഡ്രഗ്സ് എല്ലാം കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് പെട്ടെന്ന് ഓക്സിജൻ നിലച്ചു, അങ്ങനെ വന്നതാണ് കാർഡിയാക് അറസ്റ്റ്. അല്ലാതെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് എന്താണെങ്കിലും വരത്തില്ല. അത് തന്നെ ഇവർ പറയുന്നതിനകത്ത് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വേറൊരു പോസ്റ്റ്മോർട്ടം സർജനെ വെക്കണം. അതാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അതാണ് കാരണം, ഒരു പിഴവ് കൊണ്ട്, ഒഴിവാക്കാമായിരുന്ന പിഴവ് കൊണ്ട് ആ കുഞ്ഞിന്, ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ആ കുടുംബം അനാഥമാകുന്നു. എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു പ്രയാസത്തിൽ നിന്ന് ആ കുടുംബം മോചിതമാവുകയുമില്ല. അപ്പോഴും ഡോക്ടർമാർക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായ തകരാർ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ആ തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. ഒപ്പം 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതാകുമായിരുന്നില്ല. ആ അച്ഛൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഹൃദയവേദനയാണ്. കാരണം ഒരിക്കലും മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.